പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളോടൊപ്പം ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും എന്ത് നന്ദി പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ മതിയായി ആവത്തില്ല എന്നുള്ളതാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ദിവസങ്ങളായി ഈ ഓരോ രണ്ട് ഗ്രൂപ്പുണ്ട്. രണ്ട് ഗ്രൂപ്പുകാരും ഓരോ ദിവസങ്ങളായി നമ്മൾ പ്രേയറിന് ഓരോ ബൈബിളിൻ്റെ ഓരോ സബ്ജക്റ്റുകളെടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴേ നമുക്ക് അതിൽ നിന്നുള്ള ആലോചനകൾ, ചിന്തകൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്ത ചിന്തകളൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ പഠിത്തങ്ങളും നമ്മുടെ അധ്വാനങ്ങളൊക്കെ വെറുതാകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലൊക്കെ അതൊക്കെ വളരെ അനുഗ്രഹമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. എഫേസ്യർ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനും സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഞാൻ ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു എഫേസ്യ ലേഖനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിച്ചിട്ട് ഇരിക്കുമ്പോൾ തന്നെ എന്നോട് ദൈവാത്മ സംസാരിച്ചു, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് സംസാരിക്കണം എന്നോട് ദൈവാത്മ സംസാരിച്ചു. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴേ ഞാൻ തയ്യാറാവുകയായിരുന്നു. പക്ഷേ ഇത്രത്തോളം നല്ലതുപോലെ തയ്യാറാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല, ക്ഷമ ചോദിക്കുന്നു. എന്നാലും ദൈവം നമ്മൾ ഒരുക്കുന്ന നിലയിലേക്ക് ദൈവം വഴി നടത്തുമാറാകട്ടെ. വായിച്ചു കേട്ട ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ അതൊന്ന് പറഞ്ഞായിരുന്നു, അതിനെ ആവർത്തിക്കുന്നില്ല. വായിച്ചു കേട്ട നമ്മൾ ഈ ഭാഗം നമ്മുടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു ലേഖനവും കൂടാതെ ഈ വായിച്ചു കേട്ടത് പുള്ളിയുടെ ഒരു പ്രാർത്ഥന വിഷയവും കൂടിയാവുന്നു. കാരാഗ്രഹ ലേഖനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എഫീസ് ലേഖനത്തെക്കുറിച്ച് എഫീസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ കാരാഗ്രഹ ലേഖനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെ പ്രധാനമായിട്ട് 4 പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തത് എഫീസ് ലേഖനം 1:15 മുതൽ 23 വരെ, 3-ാമത്തെ അധ്യായം 14 മുതൽ 21 വരെ, ഫിലിപ്പ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെ, കൊലോസ്യ എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതും ഒരു പ്രാർത്ഥന വിഷയമാണ്. എഫേസ്യർ എഴുതിയ ലേഖനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നത്, ആത്മീയമായിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വായിക്കപ്പെട്ട വിഷയത്തെ ഒന്നും കൂടി ചിന്തിക്കാം. നമ്മൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്നുള്ള രീതിയാണ്. നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഇത് ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ ദൈവം അത്യന്തം പരമായിട്ട് നമ്മുടെ ജീവിതം ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മുടെ ഈ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ യാക്കോബ് എഴുതിയ ലേഖനം പ്രിയ അപ്പോസ്തലൻ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പ്രിയ അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് ഏലിയാവ് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് പഴയ നിയമത്തിലേക്ക് ചൂണ്ടിക്കാട്ടുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും ഇതേപോലൊരു വിഷയം, ചോദിക്കുന്ന നനയ്ക്കുന്നതിൽ ദൈവം നമ്മളെ അത്യന്തപരമായിട്ട് വഴി നടത്തിയ ഒരു പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചൊന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. രൂത്തിന്റെ എഴുതിയ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. താങ്ക് യു. അപ്പോൾ ഇവിടെ രൂത്ത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. കാരണം രൂത്തിനെ കുറിച്ചുള്ള ചരിത്ര ഭാഗങ്ങളെല്ലാം നമുക്കറിയാം, ഞാൻ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. രൂത്ത് തൻ്റെ ബാല്യക്കാരോട് ചോദിക്കുകയാണ്, ഞാൻ കറ്റകളിൽ നിന്ന് പെറുക്കിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുകയാണ്. യഹൂദന്റെ നിയമം അനുസരിച്ച് പൊഴിഞ്ഞു വീഴുന്ന അതൊക്കെ അവർക്ക് പരദേശികൾക്കുള്ളതാണെന്നറിയാം. പക്ഷേ അവിടെ രൂത്ത് അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രൂത്ത് അയാളോട് ചോദിക്കുന്നുവെങ്കിലും
അയാൾക്ക് നോ പറയാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ വകയല്ല, അദ്ദേഹത്തിൻ്റെ പാടമല്ല, അദ്ദേഹത്തിൻ്റെ വസ്തുവല്ല രൂത്ത് പിറക്കാനായിട്ട് പോയ സ്ഥലം അല്ലേ? അദ്ദേഹത്തിൻ്റെയാണോ? ആ ബാല്യക്കാരൻ്റെ അല്ല അല്ലേ? ബോബസിൻ്റെയാണ് അതിൻ്റെ ഉടമസ്ഥനം. ബോബസിൻ്റെ ഉടമസ്ഥതയിലുള്ള ആ സ്ഥലത്ത് ആ രൂത്ത് എന്താണ് പെറുക്കുവാനായിട്ട് പോകുകയാണ് ചെയ്തത്. അപ്പോൾ പോകുന്നതിന് മുമ്പേ രൂത്ത് എന്ത് ചെയ്തു? അവിടെ ചോദിക്കുവാണ് ചെയ്തു, ഞാൻ പെറുക്കിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുന്നു. അതിന് 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തിയോട് ചേർന്നു കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ നമുക്ക് എന്താണ് രൂത്ത് പെറുക്കുവാനായിട്ട് പോയി എങ്കിലും വലിയൊരു വലിയൊരു എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് രൂത്ത് ആയിരിക്കുന്നത്. കാരണം അവിടെ പറയുന്നുണ്ട്, അവിടെ ഉപദ്രവിക്കരുത്, തുടരുത്, അങ്ങനെ ഒരു 9-ാമത്തെ വാക്യം വായിക്കാവോ? അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പം ഇവിടെ രൂത്ത് കാള പെറുക്കാനായിട്ട് പോയെങ്കിലും താൻ ചോദിച്ചത് കൊണ്ട്, ചോദിച്ച അനുവാദം വാങ്ങിയത് കൊണ്ടും രൂത്തിന് അവിടെ എന്താണ് പല ഓഫറുകളും കിട്ടുകയാണ് ചെയ്യുന്നത്. തന്നെ ഉപദ്രവിക്കരുതെന്നും ബോബസ് രൂത്ത് പെറുക്കുന്ന സമയത്തിന് ബോബസ് അവിടെ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പൊ ബോബസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ചോദിക്കും, ധാരാളം ചോദിക്കുന്നു. അപ്പം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു, അത് അറിയാം. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും പല സമയത്തും ദൈവത്തോട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് ദൈവം നമുക്ക് പല കാര്യങ്ങൾ തക്ക സമയത്ത് നിറവേറ്റിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ രൂത്ത് ബോബസിന്റെ പാടത്ത് പോയിട്ട് എന്താണ് കാള പെറുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. താങ്ക് യു. ഇവിടെ പറയുന്നത് നമുക്കറിയാം, രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. മോവാബ്യ സ്ത്രീയായ രൂത്തിനോട് ഈ ബോബസ് എന്തിനാണ് ഇത്രയും കരുണ കാണിക്കുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ നമുക്കും എന്താണ് എത്തിപ്പെടാൻ പറ്റാത്ത, ദൈവം നമ്മളെ സ്നേഹിക്കാൻ യോഗ്യതയില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്താണ് എഫെസ്യരുടെ ലേഖനം 2:8 വായിക്കാവോ? വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. 9 കൂടി. ആരും പ്രശംസിക്കാതിരുന്ന പ്രവൃത്തികളും കാരണമല്ല, നാം അവരുടെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. താങ്ക് യു. ഇവിടെ പറയുന്നത് നമ്മൾ ക്രിസ്തുവിലോട്ടായിരിക്കുന്നത് കൊണ്ടാണ്, കൃപയാലാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ബോബസ് രൂത്തിനോട് കൃപ കാണിച്ചു എന്നുള്ളതാണ്. പഴയ നിയമ ബോബസ് രൂത്തിനോട് കൃപ കാണിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ ബോബസ് ആയിരിക്കുന്ന ദൈവം യേശുക്രിസ്തു നമ്മുടെ എന്തുമാത്രം കൃപയാണ് കാണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, നാശകരമായ കുഴിയിൽ നിന്നൊക്കെ നമ്മളെ വലിച്ച് കയറ്റി നമ്മുടെ സ്ഥാനം എവിടെയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. നമ്മൾ സ്വർഗത്തിലാണ്, നമ്മുടെ സ്വർഗത്തിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യാണ്, ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലത്തെ അവസ്ഥയിലാണ് രൂത്ത് പറയുകയാണ്, എന്നെ നീ ഇത്രത്തോളം കൃപ കാണിക്കുക, ഇത്രത്തോളം ദയ കാണിക്കാൻ ഞാനൊരു മോവാബ്യ സ്ത്രീയാണ്, ഞാൻ അതിന് യോഗ്യതയല്ല എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പറയാൻ പറ്റുന്നത് ബോബസ് രൂത്തിനോട് എന്ത് ചെയ്തു? കൃപ കാണിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ദൈവവും നമ്മോട് കൃപ കാണിച്ചത് കൊണ്ടാണ് നമ്മളും ഇന്ന് ഈ സ്ഥാനത്ത്, നമുക്ക് യോഗ്യതയില്ലാതെ ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തികളോ, നമ്മൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങളോ, അല്ലെങ്കിൽ മറ്റുള്ള ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളോ ഒന്നും അല്ല, നമ്മുടെ വിദ്യാഭ്യാസം ഒന്നുമല്ല നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ദൈവം നമ്മോട് കാണിച്ച കൃപയാലാണ് നമ്മുടെ ദൈവസ്ഥാനം ഇവിടെ ആയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനം എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? 3-ാമത്തെ അധ്യായത്തിലോട്ട് പോകുമ്പോഴേ രൂത്ത് എന്താവുന്നു? ആ വയലിന്റെ ഉടമയാകുന്നു. അപ്പൊ എന്താ മനസ്സിലാക്കുന്നത്? വായിച്ചത് ചോദിക്കുന്നതിലും അത്യന്തം പരമായി
ചോദിക്കുന്നതിൽ അത്യന്തം പരമായി. നമ്മൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ, രൂത്ത് ഒരു കാര്യം ചോദിച്ചപ്പോൾ രൂത്തിന് എന്താണ്, ആ വയല് തന്നെ വയലിൽ എഴുതി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബോവസിന്റെ ഭാര്യയായി എന്നുള്ള രീതിയാണ്. ആ വയലിലെ കള പറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവസാനം ആ വയലിന് ഉടമയായി എന്നതുപോലെ നമ്മൾ ചോദിക്കുന്നതിലും അത്യന്തം പരമായി. ഇനി നിനയ്ക്കുന്നതിൽ അത്യന്തം പരമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ആ രൂത്തിനെ കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ തന്നെ രൂത്ത് പോലും തന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കത്തില്ല യേശുക്രിസ്തുവിന്റെ ജനനത്തിന് രൂത്ത് ഒരു ഭാഗമാകുമെന്ന്. നമുക്ക് മനസ്സിലാക്കാം അല്ലേ? രൂത്ത് എന്ത് ചെയ്തു? ബോവസ് വിവാഹം കഴിക്കുകയും പിന്നെ ബോവസിൽ നിന്ന് ഒരു 4-ാം അധ്യായം 21-22 വായിക്കാവോ? അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. താങ്ക് യു. മതി. ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ട്. നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും ദൈവം സന്നദ്ധനാണ്. ദൈവം നമുക്ക് ഒരുക്കും, നാം വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല രൂത്ത് അങ്ങനെ ഒരു ചിന്തയോ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് എന്താണ് ഉൽപ്പത്തി പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, രൂത്ത് എന്ന് പറയുന്ന മോവാബ്യർ എന്ന് പറയുന്നത് തന്നെ ശാപത്തിന് അർഹതപ്പെട്ട ഒരു ആൾക്കാരാണ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം വായിക്കുമ്പോൾ എന്താണ്, അവരുടെ 10 തലമുറ പോലും ദേവാലയത്തിൽ കടക്കരുത് എന്ന് ശാപമുള്ള ഒരു തലമുറയാണ്, ഒരു ഗ്രൂപ്പാണ് മോവാബ്യർ എന്ന് തന്നെ പറയുന്നത്. അങ്ങനെ ആയിരിക്കെ, അത്രത്തോളം ഒരു ശാപത്തിന്റെ കീഴിലായിരിക്കവേ ആയിരുന്ന ഒരു സ്ത്രീ ദേവദാസി തന്നെ ദൈവം എന്താണ്, താൻ ചോദിച്ചതിലും അത്യന്തപരമായി, താൻ നനച്ചതിലും അത്യന്തപരമായി യേശുക്രിസ്തുവിന്റെ ജനന ശ്രേണിയിൽ എന്താ വരാനായിട്ടുള്ള ഒരു കൃപ രൂത്തിന് മേൽ ദൈവം നൽകി. അതുപോലെ ഞാൻ മനസ്സിലാക്കിയതാണ്, ചോദിക്കുന്നതിൽ നിലയ്ക്കുന്നതിൽ അത്യന്തപരമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിലും ചെയ്യുവാനായിട്ട് ദൈവം വലിയ സന്നദ്ധനാണ്. ദൈവം അത് ഒരുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതിന്റെ അടുത്ത എഫെസ്യർ ലേഖനം 3-ാം അടുത്ത ഭാഗം വായിക്കുന്നത്, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നുവെന്നും. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ശക്തിയെ കുറിച്ച് തന്നെയാണ്. നമ്മൾ അത്യന്ത ശക്തിയെ കുറിച്ചാണ് സംസാരിച്ചത്. അതാണ് എനിക്ക് ഇപ്പോഴും സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അതിന് സകലവും കഴിയുന്നുവെന്നും. നമ്മളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ പല മേഖലകളിലും, നമ്മൾ പല സാഹചര്യങ്ങളിലും പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. ചിലരത് നമ്മുടെ അനുചേച്ചിയുടെ കാര്യത്തിൽ തന്നെ, ചേച്ചി സഫർ ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ നമുക്കറിയാം, അനുഭവിക്കുന്ന ഓരോ പെയിനുകൾ, താൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നത്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയും ഞാൻ മനസ്സിലാക്കുന്നു, തന്നിൽ കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയാമെങ്കിലും, പുതിയ നിയമ ഭക്തന്മാരും പഴയ ഭക്തന്മാരും നമ്മുടെ ഇപ്പോഴുള്ള ജനറേഷനിലെ ദൈവദാസന്മാരും 90-കളിൽ 80-കളിലൊക്കെ നമുക്ക് കേട്ട ഒത്തിരി കാര്യങ്ങൾ അറിയാം. അത് അവരിൽ വ്യാപരിച്ച ശക്തി പലപ്പോഴും പ്രസംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്, വാചകങ്ങളായിട്ട് വന്നിട്ടുണ്ട്, പാട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നപ്പോൾ, മക്കൾ മരിച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലം വന്നപ്പോൾ, സുവിശേഷ സംബന്ധമായിട്ടുള്ള ഭീഷണികൾ വന്നപ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് അവരെ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് പലപ്പോഴും പല പാട്ടുകൾ നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം, എന്താണ്, ഒരു ദേവദാസന്റെ 7-8 കുഞ്ഞുങ്ങൾ മരിച്ചു പോയപ്പോഴാണ് നമ്മുടെ പ്രിയനെപ്പോൾ സുന്ദരന എന്ന പാട്ട് തന്നെ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ആ അവസ്ഥയിൽ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുന്നതിനെ, പാട്ട് പാടുമോ? ഇല്ല. ബൈബിളും വായിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനൊരു ദേവദാസന്റെ അടുത്ത് പറഞ്ഞു, ദേവദാസൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ കുഞ്ഞ് ആക്സിഡന്റിൽ മരിച്ചുപോയി. കൂടെയുള്ള ദേവദാസന്മാരെ ആശ്വാസത്തിനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി അത് ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ കുഞ്ഞാണ് മരിച്ചത്, നിങ്ങളുടെ കുഞ്ഞല്ല മരിച്ചത് എന്നുള്ള രീതിയിൽ ആണ് പുള്ളി പറയുന്നത്. പക്ഷേ ഞാനതല്ല ഉദ്ദേശിച്ചത്. അപ്പം അത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയാണ് പറഞ്ഞത്. പക്ഷേ ഈ അവസ്ഥയിൽ ദൈവദാസന്മാരുടെ മക്കളായിട്ട് ആ മക്കളുടെ
അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, അവരുടെ ദുഃഖങ്ങൾ വരുമ്പോൾ, അവരുടെ പ്രയാസങ്ങൾ വരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് അതിൽ നിന്ന് പാട്ടുകളായിട്ടൊക്കെ വരികയൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് തന്നിട്ടുള്ള ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ പല മേഖല ദുഃഖങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തിലും അത് വ്യാപരിക്കണം. നമ്മളെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും അതൊക്കെ ഉപയോഗപ്പെടും. പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് വെറുതെ അല്ല എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, മെലിത്ത ദ്വീപിലേക്ക് പോകുമ്പോൾ തന്നെ പൗലോസിനെ പാമ്പ് കടിച്ചു താൻ അപ്പോൾ തന്നെ മരിക്കേണ്ടതാണെന്നുള്ള സങ്കല്പങ്ങളാണ് നമുക്ക് തന്നെ ഉള്ളത്. പക്ഷേ എന്താണ്, തന്റെ തന്നെ എന്താണ് നിയമിച്ചിരിക്കുന്നതെന്നും ദൈവത്തിന്റെ ശക്തി അദ്ദേഹത്തിന് വ്യാപരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് താൻ തിരിച്ചറിയുകയും അപ്പോൾ തന്നെ അത് മനസ്സിലാക്കി അത് കുടഞ്ഞുകളയുകയും തനിക്ക് യാതൊരു ജീവഹാനി വരുത്തുവാനും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നിന്ന് തന്നെയാണ് പൗലോസ് ഈ കാര്യവും കൂടി തന്നെ നമ്മളെ ഉത്ബോധനപ്പെടുത്തുവാൻ, നമ്മളെ കൂടി പ്രചോദനപ്പെടുത്തുവാനായിട്ട് പൗലോസ് എഴുതിയിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ഒരുക്കുന്ന പാതകളിലേക്ക് നടത്തുവാൻ ദൈവം വഴി നടത്തുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തിൽ വിരമിക്കുന്ന ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.